ഒരു കംപ്ലീറ്റ് മീൽ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയും എന്നാൽ ഈസി ആയിട്ടുള്ളതും ബിരിയാണിയും അതേപോലെ ബീഫ് കറിയും ഒരു സലാഡിൻ്റെയും കൂടി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ബിരിയാണിക്കും കറിക്കും കൂടി ആവശ്യത്തിനുള്ള ഇഞ്ചി, അതായത് ഒരു 4-5 കഷ്ണം ചെറിയ പീസ് ഇഞ്ചിയും 3 തൊണ്ടൻ പച്ചമുളകും ഒരു 6-7 പച്ചമുളകും അതേപോലെ തന്നെ ഒരു 2 ഫുള്ളായിട്ടുള്ള വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതേപോലെ മതി, അരഞ്ഞു പോകണ്ട, ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. അതിനുശേഷം നമ്മൾ ബിരിയാണിക്ക് ആവശ്യമുള്ള അരി എടുക്കുന്നു. ഈ അരി ഒരു പാത്രത്തിൽ നമ്മൾ അളന്നെടുത്തതിന് ശേഷം അത് കഴുകി വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ രമ്പയില എടുക്കാൻ പോകുന്നുണ്ട്. ഇത് നമുക്ക് ബിരിയാണിക്കും കറിക്കും ഒക്കെ ഫ്ലേവർ കിട്ടുന്ന ഒരു ഇലയാണ്. വീട്ടിലുള്ളത് കൊണ്ട് ഇത് ചേർക്കുന്നതേ ഉള്ളൂ, നിങ്ങൾക്കത് വേണമെങ്കിൽ ഒഴിവാക്കാം. ഇനി ഞാനിത് ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ അത് ചൂടായി വന്നതിന് ശേഷം ഞാനതിലേക്ക് ഒരു തക്കോലം, ഒരു 5 ഗ്രാമ്പു, പിന്നെ കുറച്ച് പട്ടയുടെ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനതിലേക്ക് ഒരു സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആ സവാളയും കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളറ് മാറിപ്പോവരുത്. അപ്പോൾ ചോറിന് നമ്മൾ വെക്കുമ്പോൾ ആ ഒരു കളർ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ എത്ര അളവിലാണോ നിങ്ങൾ അരി എടുത്തിരിക്കുന്നത് അതേ പാത്രത്തിൽ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഈ വെള്ളം ചേർത്ത് കൊടുക്കുന്നതിൻ്റെ അളവിലാണ് നമുക്ക് ബിരിയാണി കറക്റ്റായിട്ട് ആ ഒരു പാകത്തിന് കിട്ടുന്നത്. അപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി അതേപോലെ തന്നെ നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുള്ള രമ്പയില ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇത് തിളച്ച് വരുമ്പോൾ ഈ രമ്പയിലയുടെ ഒരു സ്മെല്ല് വരുമേ. ഈ വെള്ളം നമ്മൾ വെച്ചത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കഴുകി വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. കുക്കർ അടച്ച് വെച്ചതിന് ശേഷം ഒറ്റ വിസിലാണ് കേൾപ്പിക്കുന്നുള്ളൂ. അപ്പോൾ എൻ്റെ കുക്കറിൽ ഒരു വിസിൽ കേൾക്കുമ്പോഴേക്കും ഇത് നന്നായിട്ട് കുക്കാവുന്നുണ്ട്. ഞാൻ കുറച്ച് ഇങ്ങനെ തുറന്ന് വിട്ടാലും നന്നായിട്ട് തന്നെ ചോറ് വേവുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുക്കറിൻ്റെ ഇത് നോക്കിയതിന് ശേഷം മാത്രം, അത് കുക്കറിൽ നമ്മൾ കൂടുതൽ അളവിലിടുകയാണെങ്കിൽ പെട്ടെന്ന് വേവും, കുറച്ചേ ഉള്ളെങ്കിൽ കുറച്ചധികം തന്നെ വിസിൽ കേൾക്കേണ്ടി വരും. അതിനുശേഷം ഈ കുക്കറിൻ്റെ ആവി പോയതിന് ശേഷം ഞാനതിലേക്ക് ആ ചോറിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ചേർക്കാൻ ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്ത് ആ നെയ്യ് ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം അണ്ടിപ്പരിപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ഏകദേശം കുക്കായി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ കിസ്മിസ് പെട്ടെന്ന് തന്നെ റെഡി ആവുന്നത് കൊണ്ട് ലാസ്റ്റ് സ്റ്റേജിൽ ചേർത്താൽ മതി. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോറിലേക്ക് ഈ അണ്ടിപ്പരിപ്പും കിസ്മസും വറുത്തത് ആ നെയ്യോടുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അത് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മളുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടി കറി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. അതിനുശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളിയാണ് നല്ലത്. ഞാനിവിടെ ഒരു ചെറിയ ഉള്ളിയാണ് കൂടുതലും എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ചധികം ചെറിയ ഉള്ളിയും ഒരു 2 സവാളയുമാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം.
അത് ഏകദേശം വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയുടെ അരപ്പുണ്ടല്ലോ, ആ ഒരു ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതേപോലെ ഒരു തക്കാളിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തക്കാളി എനിക്കിങ്ങനെ ഇത് പീസായിട്ട് കിടക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് തക്കാളി അതിലേക്ക് നല്ല മിക്സായി വരണം. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കാം. ഒരു 4-5 വിസിൽ കേൾക്കുന്നത് വരെ ഞാനിത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും അതേപോലെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി എടുക്കുന്നുണ്ട്. ഇതൊന്നും നമുക്ക് ചൂടാക്കി എടുക്കണം. ഇത് വെറുതെ ഇട്ട് കൊടുത്ത ഒരു റോ ടേസ്റ്റ് വരുന്നത് കൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയാണ് ഞാൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം കുക്കറിലെ വിസിലെല്ലാം പോയതിന് ശേഷം നമ്മൾ തുറന്ന് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഞാനിങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഡയറക്റ്റായിട്ട് മൊത്തം ഒരുമിച്ച് ചേർക്കുന്നില്ല, കുറച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്ത് അത് അളവിനുള്ളതാണ് എങ്കിൽ പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട. ഇത് നമുക്ക് വെച്ചിരുന്ന പിന്നെയും നമുക്ക് യൂസ് ചെയ്യാമേ. പക്ഷേ ഞാനിവിടെ എന്തായാലും അടുത്ത അളവ് മൊത്തം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഞാൻ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാമേ. ചൂടുവെള്ളമാണ് എപ്പോഴും ഇതിലേക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പെരുംജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4 ടീസ്പൂൺ അളവിൽ പെരുംജീരകം പൊടിച്ചത് ചേർക്കുന്നുണ്ട്. അതേപോലെ 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്. അതേപോലെ നമ്മൾ എടുത്ത് വന്നിട്ടുള്ള രമ്പയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഫ്ലേവർ പോകാതിരിക്കാനായിട്ട് വേണ്ടിയിട്ട് ഇത് അവസാനം നമ്മൾ ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഒരു സലാഡും കൂടെ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതും ക്യാരറ്റ് അരിഞ്ഞതും വെള്ളരിക്ക അരിഞ്ഞതും അതേപോലെ ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. തക്കാളിയുടെ കുരു ഒക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ആ മുകൾ ഭാഗം മാത്രമാണ് എടുത്തിട്ടുള്ളൂ. അതാകുമ്പോൾ ഒരുപാട് വെള്ളം പോലെ ഇങ്ങനെ ഇരിക്കില്ല. ഇനി നമുക്കതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് തൈര് ചേർത്ത് മിക്സ് ചെയ്ത് അങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുമിച്ച് ഇങ്ങനെ ഒഴിച്ച് ഇതാക്കുകയല്ല ചെയ്യുന്നത്. കുറച്ചായിട്ട് തൈര് ചേർത്ത് ഈ ഒരു സലാഡ് കറക്റ്റ് പാകത്തിനാക്കി എടുക്കുന്നു. ഇനി ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ സലാഡും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഈസിയാണ്, അതേപോലെ തന്നെ ടേസ്റ്റിയുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.